സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ബദാം ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബദാം കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 14 ബദാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുങ്കുമപ്പൂവ്, സഫ്രോൺ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ബദാം ഞാൻ കുതിർക്കാൻ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 10 മണിക്കൂറെങ്കിലും ആയി കാണും. നമ്മൾക്ക് ഇനി ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ബദാം എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നര കപ്പ് പാലാ എടുത്തിട്ടുള്ളത്. ചെറിയ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് തൊലി കളഞ്ഞു വെച്ച ബദാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാല് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ പാല് നല്ലോണം കുറുകി വരണം. ഈ സമയത്ത് ഞാൻ ഈ എടുത്തു വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതില് ബാക്കിയുള്ള ബദാം ഇതില് കലക്കി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എടുത്തു വെച്ച കുങ്കുമപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാ. നല്ലതാണ്, ഹെൽത്തിനൊക്കെ നല്ലതാണ്. പാല് നന്നായി കുറുകി വരട്ടെ, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പൊ ഞാനിത് ഇളക്കിക്കൊണ്ട് എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇങ്ങനെ ഇതിന്റെ കളറ് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തിക്കാവട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾക്കിത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. നമുക്ക്
അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തണുത്ത ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. തണുപ്പ് വേണ്ടാത്തവർക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.